27 ലക്ഷം പേർ ജീവിക്കുന്ന വെസ്റ്റ് ബംഗ് ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അവിഭാജ്യമായ ഭാഗമാണ്. ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും ആവശ്യപ്പെടുന്ന ദ്വിരാഷ്ട്ര ഫോർമുല അടിസ്ഥാനമായ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുകയാണെങ്കിൽ 1967 അതിർത്തിയുടെ അടിസ്ഥാനത്തിലുള്ള വെസ്റ്റ് ബാങ്കും അതിൽ ഉൾപ്പെടും. എന്നാൽ യൂറോപ്പിൽ നിന്നും US നിന്നും എത്തുന്ന ജൂത കുടിയേറ്റക്കാർക്കായി ഇസ്രായേലി ഭരണകൂടം നിർമ്മിക്കുന്ന സെറ്റിൽമെന്റുകൾ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ ഭൂമി പഴയതുപോലെ തന്നെ കൊള്ളയടിക്കുകയാണ്. നിലവിലെ ഇസ്രായേലി സർക്കാരിലെ റിലീജിയസ് സയനിസ്റ്റുകളുടെ സ്വാധീനം കുടിയേറ്റ പ്രദേശങ്ങൾ നിർമ്മിക്കുന്നതിന്റെ വേഗം കൂട്ടി. ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ, കുടിയേറ്റ നഗരങ്ങൾ, കുടിയേറ്റ കൃഷി എന്നിവയ്ക്കാണ് പ്രധാനമായും ഭൂമി കൊള്ളയടിക്കുന്നത്. സൈനിക താവളങ്ങളും ഫയറിംഗ് സോണുകളും അവർ നിർമ്മിക്കുന്നു. കുടിയേറ്റ കേന്ദ്രങ്ങളും അവയ്ക്കുള്ള റോഡുകളും സൈനിക കേന്ദ്രങ്ങളും ഫലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇസ്രായേലി സർക്കാരിന്റെ നടപടികൾ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും നടപ്പാവില്ലെന്നാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചത്. വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ ജൂത കുടിയേറ്റക്കാർക്കായി ആയിരക്കണക്കിന് വീടുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന മാലെ അതുമീം പ്രദേശത്ത് നിന്നാണ് നെതന്യാഹു അങ്ങനെ പറഞ്ഞത്. ഈ സ്ഥലം നമ്മുടേതാണെന്നും അയാൾ പ്രഖ്യാപിച്ചു. ലോകത്തിന്റെ ശ്രദ്ധ ഗസയിലെ വംശഹത്യയിലായിരിക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലെ സാഹചര്യവും ഗുരുതരമാണ്. ഗസയിലെ വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയ, ബ്രിട്ടൻ, കാനഡ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ സെപ്റ്റംബർ 21 ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ 193 അംഗരാജ്യങ്ങളിൽ ഭൂരിഭാഗവും ഇതിനകം തന്നെ ഫലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളും ആ വഴിയിലേക്ക് വരികയാണ്. ഇസ്രായേലിന്റെ കടുത്ത സഖ്യകക്ഷിയായ US അംഗീകാരങ്ങളെ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ഫലസ്തീന്റെ സ്വാതന്ത്ര്യവും പരമാധികാരവും കൂടുതൽ ഉറപ്പിക്കുന്ന മാറ്റാനാവാത്ത നടപടിയായിരുന്നു രാജ്യങ്ങളുടെ അംഗീകാരമെന്ന് ഫലസ്തീൻ വിദേശകാര്യമന്ത്രി വർസൻ അഗബെക്കിയൻ ഷാഹി പറഞ്ഞു. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തതിനു ശേഷം ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളുടെ വലിപ്പത്തിലും എണ്ണത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. ഇസ്രായേലിലെ നിയന്ത്രണത്തിലുള്ള റോഡുകളും നിർമ്മാണങ്ങളും വെസ്റ്റ് ബാങ്കിനെ കീറിമുറിച്ചിരിക്കുന്നു. 1967 ഇസ്രായേൽ പിടിച്ചെടുത്ത കിഴക്കൻ ജെറുസലേം തങ്ങളുടെ തലസ്ഥാനമായിരിക്കണമെന്ന് ഫലസ്തീനികൾ ആഗ്രഹിക്കുന്നു. കിഴക്കൻ ജെറുസലേമാണ് തങ്ങളുടെ തലസ്ഥാനമെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ഇസ്രായേലിന്റെ അവകാശവാദം അംഗീകരിച്ചിട്ടുള്ളൂ. ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലി അധിനിവേശം നിയമവിരുദ്ധമാണെന്നും കുടിയേറ്റ പ്രദേശങ്ങൾ വേഗത്തിൽ ഒഴിയണമെന്നും ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി നിർദ്ദേശം നൽകി. 1967 UN സുരക്ഷാ സമിതി പ്രമേയത്തിന് അനുസൃതമായ രീതിയിൽ ഇസ്രായേൽ പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിന്റെ ഒരു സൂചനയുമില്ല. ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള മറ്റു പ്രദേശങ്ങൾക്ക് പിന്നാലെ E1 എന്ന പേരിൽ ഒരു പുതിയ കുടിയേറ്റ പദ്ധതിയും ഇസ്രായേൽ സർക്കാർ അംഗീകരിച്ചു. അത് വെസ്റ്റ് ബാങ്കിനെ മുറിക്കുകയും കിഴക്കൻ ജെറുസലേമിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യും. തങ്ങളുടെ സഖ്യകക്ഷികൾ ഫലസ്തീനെ അംഗീകരിക്കുന്നതിന് മറുപടിയായി വെസ്റ്റ് ബാങ്കിന്റെ ഔപചാരിക പിടിച്ചെടുക്കലിനായി ചില ഇസ്രായേലി മന്ത്രിമാർ ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നു. E1 കുടിയേറ്റ പദ്ധതി ഇടയന്മാരായ 2500 അറബികളെ കുടിയൊഴിപ്പിക്കുമെന്നാണ് ഫലസ്തീൻ അതോറിറ്റി പറയുന്നത്. പുതിയ ജൂത കുടിയേറ്റ കേന്ദ്രത്തിലേക്കുള്ള റോഡ് നിർമ്മാണം അറബ് കുട്ടികൾ പഠിക്കാൻ പോകുന്ന അൽ ഐസാരിയ പട്ടണത്തെ വിച്ഛേദിക്കും. അവർ ആ റോഡ് നിർമ്മിച്ചാൽ അത് അൽ ഐസാരിയിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും വേർപെടുത്തും. ജബൽ അൽ ബാബയിലെ ഇടയ ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് അൽ ജഹാലി പറഞ്ഞു. വസന്തകാലത്ത് ഒലിവ് വിളവെടുക്കുകയും ആടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കുകയും ചെയ്ത കുട്ടിക്കാലത്തെ കുറിച്ചാണ് എയിൻ യാബ്രൂദ് ഗ്രാമത്തിലെ താരിഖ് എന്ന 80-കാരന് പറയാനുള്ളത്. കഴിഞ്ഞ 10 വർഷമായി സായുധ ജൂത കുടിയേറ്റക്കാർ താരിഖിന്റെ കൃഷിയിടത്തിലാണ് കുടിയേറിയിരിക്കുന്നത്. അതിലൂടെ കടക്കുന്ന ഫലസ്തീനികളെ അവർ വെടിവെക്കും. 1948 UN പദ്ധതി പ്രകാരം ഫലസ്തീനിൽ ഇസ്രായേൽ സ്ഥാപിച്ചു. ഫലസ്തീനിന്റെ 56% ജൂതന്മാർക്ക് ലഭിച്ചത്. 43% ഭൂമിയിൽ ഫലസ്തീൻ രാഷ്ട്രവും വിഭാവനം ചെയ്തു. ജെറുസലേം അന്താരാഷ്ട്ര നിയന്ത്രണത്തിൽ തുടരാനും UN തീരുമാനിച്ചു. സയനിസ്റ്റുകൾ അത് അംഗീകരിച്ചു. എന്നാൽ UN ചതി ചൂണ്ടിക്കാട്ടി. അറബ് രാജ്യങ്ങൾ അതിനെ എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ US യൂറോപ്യൻ പിന്തുണയോടെ ഇസ്രായേൽ വിജയിച്ചു. അതോടെ 1948 മുമ്പുള്ള ഫലസ്തീനിന്റെ 78% ഭൂമി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായി. ബാക്കിയുള്ള 22% വെസ്റ്റ് ബാങ്ക്, ഗസ മുനമ്പ്, കിഴക്കൻ ജെറുസലേം എന്നിവയായി ചിതറിക്കിടക്കുന്നു. 1967 യുദ്ധത്തിന് ശേഷം ബാക്കിയുള്ള പ്രദേശങ്ങളിലും ഇസ്രായേൽ അധിനിവേശം നടത്തി. 2005 ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ജൂത കുടിയേറ്റക്കാരെയും അവർ കൂടെ കൊണ്ടുപോയി. പിന്നീട് ഗസ ഹമാസ് ഏറ്റെടുത്തു.
ഒരു പ്രദേശത്ത് അധിനിവേശം നടത്തുന്ന രാജ്യം ആ പ്രദേശത്ത് സ്വന്തം ആളുകളെ താമസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഫലസ്തീൻ അടക്കം ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. കിഴക്കൻ ജെറുസലേമും സിറിയയുടെ ഗോലാൻ കുന്നുകളും ഔദ്യോഗികമായി കൈയടക്കിയതുപോലെ വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ ഔദ്യോഗികമായി കൈയടക്കിയിട്ടില്ല. ബൈബിൾ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ അവർ വെസ്റ്റ് ബാങ്കിനെ യഹൂദിയ എന്നും ശമര്യ എന്നും വിളിക്കുന്നു. അങ്ങനെയാണ് വലിയ സാമ്പത്തിക സഹായം നൽകി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജൂതന്മാരെ വെസ്റ്റ് ബാങ്കിൽ എത്തിക്കുന്നത്. ദൈവം വാഗ്ദാനം ചെയ്ത ഭൂമിയിൽ എത്തുകയാണ് തങ്ങൾ ചെയ്തത് എന്ന് ചില ജൂതന്മാർ അവകാശപ്പെടുന്നു. ഫലസ്തീനികളുടെ ഭൂമിയിൽ അവർ ഔട്ട് പോസ്റ്റുകളും സ്ഥാപിക്കുന്നു. ഇസ്രായേലി നിയമപ്രകാരവും അത് നിയമവിരുദ്ധമാണെന്നതാണ് വിചിത്രമായ വസ്തുത. എന്നാലും ഇസ്രായേലി സർക്കാർ ജൂത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. നിലവിൽ ഏകദേശം 5 ലക്ഷം ജൂത കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്കിലുണ്ട്. ഇസ്രായേലി സർക്കാർ അവർക്കായി റോഡുകളും നിർമ്മിച്ചു. ആ റോഡുകൾ ഉപയോഗിക്കാൻ ഫലസ്തീനികൾക്ക് വിലക്കുണ്ട്. ചില ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്ക് ഇപ്പോൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഒരു സ്ഥലത്ത് 80,000 പേരാണ് കുടിയേറിയിരിക്കുന്നത്. അവരെ ഉപേക്ഷിക്കില്ലെന്ന് ഇസ്രായേലി സർക്കാർ അവരോട് സത്യം ചെയ്തിട്ടുണ്ട്. 1993 ഓസ്ലോ ഉടമ്പടി പ്രകാരം വെസ്റ്റ് ബാങ്കിന്റെ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ 3ആയി വിഭജിച്ചു. ഏരിയ ഇയിൽ ഫലസ്തീൻ അതോറിറ്റിക്കായിരുന്നു നിയന്ത്രണം. ഏരിയ ബിയിൽ ഫലസ്തീൻ അതോറിറ്റിയും ഇസ്രായേൽ സൈന്യവും സംയുക്തമായി പ്രവർത്തിക്കും. ഏരിയ സിയിൽ ഇസ്രായേൽ സൈന്യത്തിനാണ് നിയന്ത്രണാധികാരം. അന്തിമ സമാധാന ചർച്ച വരെ താൽക്കാലികമായാണ് ഈ വ്യവസ്ഥ ഏർപ്പെടുത്തിയത്. എന്നാൽ 2014 സമാധാന ചർച്ച നിലച്ചു. അങ്ങനെ ഇസ്രായേൽ അധിനിവേശം ശക്തമാക്കി. ഇപ്പോൾ 3 പ്രദേശത്തും ഇസ്രായേലി സൈന്യം സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു. ഓസ്ലോ ഉടമ്പടികൾ പ്രകാരം ഏരിയ സിയിൽ 5 വർഷത്തേക്ക് മാത്രമായിരുന്നു ഇസ്രായേലി സൈന്യത്തിന് നിയന്ത്രണം. എന്നാൽ സമാധാന ചർച്ച നിലച്ചതോടെ അവർ പ്രവർത്തനം സ്ഥിരമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. വെസ്റ്റ് ബാങ്കിന്റെ ഏകദേശം 60% ഏരിയ സി പ്രദേശമാണ്. എ അല്ലെങ്കിൽ ബി മേഖലകളിൽ തന്നെയുള്ള ഫലസ്തീൻ ഗ്രാമങ്ങളുടെ കാർഷിക മേച്ചിൽപ്പുറങ്ങൾ ഇതിൽ പലപ്പോഴും ഉൾപ്പെടുന്നു. വെസ്റ്റ് ബാങ്കിൽ അവർ നിയന്ത്രിക്കുന്ന പ്രദേശങ്ങളിലും എ ബി മേഖലകളിൽ നടത്തുന്ന റെയ്ഡുകളിൽ തട്ടിക്കൊണ്ടുപോകുന്ന ഫലസ്തീനികളെ കൈകാര്യം ചെയ്യാനും സൈനിക നിയമമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജൂത കുടിയേറ്റക്കാർക്ക് സിവിൽ നിയമങ്ങളാണ് ബാധകം. ഏരിയ സിയിൽ വികസനമോ നിർമ്മാണമോ വേണമെങ്കിൽ ഫലസ്തീനികൾ ഇസ്രായേലി ആസൂത്രണ വകുപ്പിൽ നിന്നും അനുമതി തേടണം. അനുമതി നിഷേധിക്കുകയാണ് പതിവ്. എന്നാൽ വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ പതിറ്റാണ്ടുകളായി ക്രമാനുഗതമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. 2022 ഡിസംബർ മുതൽ ഇസ്രായേൽ ഭരിക്കുന്ന സഖ്യം കുടിയേറ്റക്കാർക്ക് ശക്തമായ പിന്തുണ നൽകുന്നതിനാൽ വളർച്ച ഇപ്പോൾ ത്വരിതഗതിയിലാണ്. കുടിയേറ്റത്തിനായി 2023 മുതൽ സമർപ്പിച്ച അപേക്ഷകൾ കഴിഞ്ഞ 9 വർഷത്തേക്കാൾ അധികമായിരുന്നു. അതേസമയം വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളിൽ നിരവധി പേർ ഐക്യരാഷ്ട്രസഭയിൽ അഭയാർത്ഥികളായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 1948 ഇസ്രായേൽ പുറത്താക്കിയ 7 ലക്ഷം ഫലസ്തീനികളുടെ പിൻഗാമികളാണ് അവർ. ഈ അഭയാർത്ഥി ക്യാമ്പുകൾ അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ കേന്ദ്ര ബിന്ദുവായി മാറി. ഫലസ്തീനികളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ പലതരം പ്രവർത്തനങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ 850 പ്രത്യേക നിർമ്മാണങ്ങൾ ഇസ്രായേലി സൈന്യം നടത്തിയതായി ഐക്യരാഷ്ട്രസഭയുടെ മാനുഷിക ഏജൻസി കണ്ടെത്തിയിരുന്നു. ഐൻ യാബ്രൂദ് എന്ന പലസ്തീൻ ഗ്രാമത്തിന് സമീപമാണ് ജൂത കുടിയേറ്റ കേന്ദ്രമായ ഒഫ്ര സ്ഥാപിച്ചത്. ഹൈവേ 60 ഇവ രണ്ടിനെയും വേർതിരിക്കുന്നു. നാട്ടുകാരായ ഫലസ്തീനികൾക്കും കുടിയേറ്റ ഗ്രാമങ്ങളിലെ ജൂതന്മാർക്കും വ്യത്യസ്ത യാത്രാ നിയമ വിഭവ പരിഗണനയാണ് ലഭിക്കുന്നത്. കുടിവെള്ളത്തിന്റെ അളവിൽ പോലും വ്യത്യാസമുണ്ട്. 2ാം ഇൻതിഫാദയ്ക്ക് ശേഷം ഫലസ്തീനികളെ വേർതിരിക്കാൻ ഇസ്രായേൽ നിരവധി മതിലുകളും വേലികളും നിർമ്മിച്ചു. ഇവ വെസ്റ്റ് ബാങ്കിലെ ചില ജൂത കുടിയേറ്റ പ്രദേശങ്ങളെ ഇസ്രായേലിനുള്ളിലാക്കി. 2023 ശേഷം ഫലസ്തീൻ ഗ്രാമങ്ങളിലും കൃഷിയിടങ്ങളിലും ഇസ്രായേലി സൈന്യത്തിന്റെയും കുടിയേറ്റക്കാരുടെയും ആക്രമണങ്ങൾ വർദ്ധിച്ചു. വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റ നിർമ്മാണവും നിയന്ത്രണവും വികസിപ്പിക്കുമ്പോഴും ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ നീതിയിൽ അധിഷ്ഠിതമായ സമാധാനം ഉണ്ടാവില്ലെന്ന് ലോകം മനസ്സിലാക്കി. എന്നാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിന് ഇസ്രായേലിലെ ജൂതന്മാർക്ക് താല്പര്യമില്ല. വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരുടെ താല്പര്യം സംരക്ഷിക്കലും വിശാല ഇസ്രായേൽ സ്ഥാപിക്കലും ലക്ഷ്യമായ സൈനിസ്റ്റുകൾ 1967 അതിർത്തികളുടെ അടിസ്ഥാനത്തിലുള്ള ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല. അതിനാൽ അവർ പലതരത്തിൽ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ബൈബിളിക്കൽ കഥകൾ ഉപയോഗിച്ച് അവർ അതിനായി US റിപ്പബ്ലിക്കന്മാരുടെ പിന്തുണ നേടാനും ശ്രമിക്കുന്നു.